പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമീൻ. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഉൽപ്പത്തി പുസ്തകമാണ് ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത്. 13-ാം അധ്യായം. കുറച്ച് 4 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ എടുത്തിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ കണ്ടു പൂർവ്വപിതാക്കന്മാരുടെ സദ്ഗുണങ്ങൾ ഒക്കെ മാത്രമല്ല ഉള്ളതെല്ലാം, ബലഹീനതകളെല്ലാം പറയുന്നുണ്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ. അതാണ് അവരുടെ കുറവുകളും ബലഹീനതകളും അവർക്കുണ്ടാകുന്ന അവരുടെ ദോഷങ്ങളും എല്ലാം, ബുദ്ധിയില്ലായ്മ എല്ലാം തന്നെ ഇവിടെ കൈകാര്യം ചെയ്യുന്നുണ്ട് ഈ ഗ്രന്ഥത്തിൽ. അതുകൊണ്ടാണ് വിശുദ്ധ ബൈബിള് വിശ്വാസയോഗ്യമാണ് എന്ന് പറയാൻ നമുക്ക് തീർത്തും കഴിയും. ഒരു സംശയവും വേണ്ട. കാരണം ഇതിനകത്ത് ആരുടെയും ഗുണങ്ങൾ മാത്രം പറഞ്ഞ് ആരെയും പുകഴ്ത്തുന്നില്ല. അവരുടെ ദോഷങ്ങൾ പറയുന്നു, ബലഹീനതകൾ പറയുന്നു, എല്ലാം പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് മനസ്സിലാക്കാം, ഇത് ഒരു മനുഷ്യൻ എഴുതിയതല്ല. ഒരു മനുഷ്യൻ എഴുതുമ്പോൾ, എഴുതിയത് മനുഷ്യൻ്റെ കൈ കൊണ്ടാണ്. മനുഷ്യൻ എഴുതുമ്പോൾ, മനുഷ്യനാണെങ്കിൽ എപ്പോഴും അതിലെ മുഖസ്തുതി കാണും, കൂടുതലായിട്ട് സന്തോഷിപ്പിക്കുന്ന വിധത്തിലുള്ള കാര്യങ്ങളായിരിക്കും അവിടെ കൈകാര്യം ചെയ്യുന്നത്. ദോഷമുള്ളതും തിന്മയുള്ളതും ഒന്നും അവരുടെ നായകൻ്റെ ഒരു ബലഹീനതകൾ, കുറവുകൾ, വീഴ്ചകൾ ഇതൊന്നും പറയത്തില്ല. നമ്മുടെ വിശുദ്ധ ബൈബിളിൽ ഇതെല്ലാം ഉണ്ട്. അപ്പോൾ മനസ്സിലാക്കാം, ഇത് പരിശുദ്ധാത്മാവ് മനുഷ്യനെ കൊണ്ട് പ്രചോദിപ്പിച്ച് എഴുതിച്ചതാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ബൈബിൾ ദൈവദത്തമാണ്, മനുഷ്യൻ്റെ അല്ല എന്ന് പറയുന്നത്. മറ്റ് ഇപ്പം പുരാണങ്ങളോ കഥകളോ അല്ലെങ്കിൽ മറ്റ് ഗ്രന്ഥങ്ങളോ ഇതൊക്കെ പറയുന്ന പോലല്ല. അതിലൊന്നും അങ്ങനെ അധികം കാണാൻ കഴിയുകയില്ല. ഇപ്പോൾ ഹിന്ദു പുരാണത്തിലൊക്കെ കുറച്ചൊക്കെ അങ്ങനെ കാണാം എന്നേ ഉള്ളൂ. കുറച്ചൊക്കെ ദോഷങ്ങളും ഒക്കെ കാണാം. പക്ഷേ ആ ദോഷങ്ങളും നന്മയായിട്ട് കാണിക്കത്തുള്ളൂ. അപ്പോൾ അതിലോട്ട് ഞാൻ അധികം കിടക്കുന്നില്ല. അങ്ങനെയുള്ള സംസാരമൊന്നും നമ്മൾക്ക് ഉണ്ടാകണ്ടല്ലോ. അങ്ങനെയുള്ള പഠിത്തമല്ല. അത് കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും. അപ്പോൾ പൂർവ്വപിതാക്കന്മാരുടെ ഗുണങ്ങളും ബലഹീനതകളും ദോഷങ്ങളും ഒക്കെ ഇതിൽ എന്തിനാണ് എഴുതി വെച്ചതെന്നാൽ നമുക്ക് വേണ്ടിയാണ്. പിൻതലമുറക്കാർ ഇതൊന്നും അനുവർത്തിക്കരുത്. ദൈവത്തിൻ്റെ മുൻപിൽ നീതിമാന്മാരും ദൈവത്തെ കൂടുതൽ അറിഞ്ഞ് സ്നേഹിക്കുന്നവരും ആകുന്നതിന് വേണ്ടി ഇങ്ങനെയുള്ള ഒന്നും നമുക്കുണ്ടാകരുത്. ദൈവത്തിന് ഒരു പക്ഷേ അല്പം തിന്മ വന്നുപോയി, മനുഷ്യ സഹജമാണ്, വന്നുപോയി. എന്നാലും ദൈവത്തിൻ്റെ പ്രത്യേക കരുണ കൊണ്ട് അത് പരിഹരിക്കപ്പെടും. അങ്ങനെ പരിഹരിക്കപ്പെടാൻ ഉള്ള ഒരു അവസ്ഥയുണ്ട്. ദൈവം അത് നമ്മളെ പരിഹരിച്ച് നമ്മൾ വഴി ഉണ്ടായ തിന്മകൾ നമ്മളുടെ ജീവിതത്തിൽ തന്നെ നമുക്ക് തന്നെ നന്മകളാക്കി മാറ്റാൻ ദൈവത്തിൻ്റെ വിശാല ഹൃദയത്തിന് കഴിയും. കാരണം കരുണയുടെ ഉറവിടമാണ് ദൈവം. അതുകൊണ്ട് പക്ഷേ അത് മുതലെടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കരുത്. മനുഷ്യർ മുതലെടുക്കുമ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്താലും ദൈവം അങ്ങ് കാത്തുകൊള്ളും, ദൈവം അത് എനിക്ക് നന്മയായിട്ട് വരുത്തും, ഒരിക്കലും അത് തിന്മയായിട്ട് സംഭവിപ്പിക്കുകയില്ല എന്നുള്ള ആ രീതിയിൽ ബോധപൂർവം തിന്മ ചെയ്യുമ്പോഴാണ് നമുക്ക് നഷ്ടവും ക്ലേശവും എല്ലാം ധാരാളമായിട്ട് ഉണ്ടാകുന്നത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, അവിഹിതമായിട്ട് ഇവിടെ നമ്മൾ സംഭവിക്കുന്നത്. കാരണം അബ്രഹാം ദൈവത്തോട് ആലോചന ചോദിക്കാതെ ദൈവം പറയേണ്ടെന്ന ദൈവം വിളിച്ചുകൊണ്ട് വരുമ്പോൾ ദൈവം നടത്തുകയാണ്. ദൈവം അപ്പോൾ ആ വഴിയിൽ ദൈവമാണ്
ദൈവത്തോടാണ് ചോദിക്കേണ്ടത്. ക്ഷാമം ഉണ്ടായി, അവിടെ ക്ഷാമമാണെന്ന്. അതുകൊണ്ട് അവിടെ കാനാനിൽ താമസിക്കാതെ ഐശ്വര്യമുള്ള സമ്പൽ സമൃദ്ധമായ ഫലഭൂയിഷ്ഠമായ ദേശത്തേക്ക്, ഇസ്രായേലിലേക്ക്, അവിടെ ക്ഷാമം ഉണ്ടാകില്ല, അവിടെ ഈജിപ്തിലേക്ക് അവിടെ പോകാമെന്ന് തീരുമാനിച്ചു. സ്വന്തം ബുദ്ധിയിലാണ്. പക്ഷേ അത് അവിടെ കൊണ്ട് തീർന്നില്ല. അവിടെ ചെന്നപ്പോഴാണ് ഒരുപാട് കാര്യങ്ങളൊക്കെ, തലവേദനകളും പ്രശ്നങ്ങളും എല്ലാം ഉണ്ടാകുന്നത്. അപ്പോൾ സ്വന്തം ഭാര്യയുടെ മാനം പോലും ഉദ്ദേശിച്ചില്ല, തൻ്റെ ജീവൻ രക്ഷിക്കണം. അതാണ് ഞാൻ പറഞ്ഞത്, ശുദ്ധഹൃദയനാണ്. ശുദ്ധഹൃദയന് ഒരുപാട് നന്മകൾ മറ്റുള്ളവർക്കും ചെയ്യും, തലവേദനം ചെയ്യും, അതേസമയം ദോഷങ്ങളും ഉണ്ടാകും ആ ശുദ്ധഹൃദയം കൊണ്ട്. അതാണ് ഇവിടെ സംഭവിച്ചത്. അബ്രാഹാം എല്ലാവരെയും സ്നേഹിക്കുന്നയാളാണ്, എല്ലാവരുടെയും നന്മയെ ആഗ്രഹിക്കുന്നയാളാണ്, തൻ്റെ കൂടെ ഉള്ളവരെയൊക്കെ സംരക്ഷിക്കുന്നയാളാണ്. ഇതൊക്കെ നമുക്ക് അടുത്ത അധ്യായങ്ങളിലൊക്കെ കാണാം. അതാണ് ശുദ്ധഹൃദയരുടെ പ്രശ്നങ്ങൾ, കുഴപ്പങ്ങൾ, സ്വഭാവ സവിശേഷതകളൊക്കെ ഇതൊക്കെയാണ്. ഇവിടെ നമുക്ക് കാണാം, അവർ ഒന്നിച്ച് നമ്മൾ കഴിഞ്ഞ ഇതിൽ കണ്ടു, 4-ാം വാക്യം വരെ കണ്ടു. അബ്രഹാം കർത്താവിൻ്റെ നാമം അവിടെ വിളിച്ചപേക്ഷിച്ച്, ഏകദൈവത്തിൻ്റെ രണ്ടാമത്തെ തവണയാണ് വിളിച്ചപേക്ഷിച്ച് അവിടെ കൂടാരം പണിത് ബലിയർപ്പിച്ചു. അവരുടെ കൂടെ പുറപ്പെട്ട ലോത്തിനും ആട്ടിൻപറ്റങ്ങളും കന്നുകാലി കൂട്ടങ്ങളും കൂടാരങ്ങളും ഉണ്ടായിരുന്നു. അവർക്ക് ഒന്നിച്ച് താമസിക്കാൻ ആ ദേശം മതിയായില്ല. കാരണം അവർക്ക് വളരെയേറെ സമ്പത്തുണ്ടായിരുന്നു, ഒന്നിച്ചു പാർക്കുക വയ്യാതായി. അബ്രാമിൻ്റെയും ലോത്തിൻ്റെയും കന്നുകാലികളെ മേയ്ക്കുന്നവർ തമ്മിൽ കലഹമുണ്ടായി. അക്കാലത്ത് കാനാൻകാരും പെരീസിയരും ആ നാട്ടിൽ പാർത്തിരുന്നു. അപ്പോൾ അന്ന് ഈ പല ജനതകൾ അവിടെ ഉണ്ട്. ഹിത്യരുണ്ട്, പെരീസിയരുണ്ട്, പിന്നെ കാനാൻകാരുണ്ട്, ഇങ്ങനെ പല ഹിവിയർ, പിന്നെ ജബൂസിയർ, അത് ജെറുസലേമിനോട് ചേർന്ന്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വിസ്തൃതമായ രാജ്യമാണ് ഞാൻ പറഞ്ഞല്ലോ. ഇന്ന് കാണുന്ന പല രാജ്യങ്ങളും, ഏതാണ്ട് ഇറാഖ് മുഴുവനും തന്നെയും അവിടെ ഈ കാനാൻ, പ്രധാനമായിട്ട് പറയേണ്ടത് ഈ കാനാൻ ദേശം എന്ന് പറയുമ്പോൾ അത് മുഴുവനും ഉണ്ടായിരുന്നു. ഞാൻ അറേബ്യ വരെ ഉണ്ടായിരുന്നു, ഞാൻ നേരത്തെ അത് പറഞ്ഞല്ലോ, അതിനെ ആവർത്തിക്കണ്ടല്ലോ. അപ്പോൾ ഇവിടെ ധാരാളം സമ്പത്തുണ്ടായി. അതെങ്ങനെ ഉണ്ടായ സമ്പത്താണ്? നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടു, അവിഹിതമായിട്ടുണ്ടായ സമ്പത്താണ്. കാരണം എന്താ അവിഹിതം എന്ന് പറഞ്ഞാൽ? ദൈവം അനുവദിക്കാത്തത്, ദൈവത്തിൻ്റെ ഹിതമനുസരിച്ചുള്ളതല്ല. തൻ്റെ സ്വന്തം ബുദ്ധിയിൽ, സ്വന്തം യുക്തിബോധത്തിൽ ഒക്കെ ഉണ്ടാക്കിയ സ്വത്തുക്കളാണ് അതൊക്കെ. അവിടെ അത് ഒരിക്കലും അതുകൊണ്ട് ഒന്നും ചെയ്യാനായിട്ട്, ഒരു ശാശ്വതമായിട്ട് അനുഭവിക്കാൻ കഴിയത്തില്ല. അത് നമുക്ക് ഈ അധ്യായത്തിൽ തന്നെ കാണാം. കാരണം ലോത്തുമൊക്കെ ധാരാളം അവിടുന്നുണ്ടായി. ഇപ്പോൾ അബ്രാഹത്തിന് കൊടുത്തപ്പോൾ സഹോദരൻ്റെ പുത്രൻ എന്നുള്ള പേരിൽ ലോത്തിനും അവിടെ കിട്ടി. കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്ക് വലിയ സമ്പന്നരായി. ആ സമ്പത്തുകളെല്ലാം കൊണ്ട് ഇവിടെ വന്നപ്പോൾ അവർക്ക് പ്രത്യേകം കൂടാരങ്ങളുണ്ട്, എല്ലാം വേണമല്ലോ. ജോലിക്കാരുണ്ട്, എല്ലാത്തിനും ധാരാളം ജോലിക്കാർ, ദാസന്മാർ, ദാസികളെ എല്ലാം ധാരാളം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അബ്രാഹാം ലോകത്തിനോട് പറഞ്ഞു, ഇവിടെ നമ്മൾക്ക് നമ്മുടെ ജോലിക്കാരൊക്കെ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും, കലഹങ്ങൾ. അതുകൊണ്ട് നമ്മൾ സഹോദരന്മാരാണ്. ഈ ദേശമെല്ലാം നിൻ്റെ കൺമുൻപിലുണ്ടല്ലോ, എന്നെ പിരിഞ്ഞു പോകുക. ഇടതു ഭാഗത്താണ് നിനക്ക് വേണ്ടതെങ്കിൽ ഞാൻ വലത്തേക്ക് പോയിക്കൊള്ളാം, വലതു ഭാഗമാണ് നിനക്ക് ഇഷ്ടമെങ്കിൽ ഞാൻ ഇടത്തേക്ക് പോയിക്കൊള്ളാം. അപ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ വളരെ ഹൃദയവിശാലതയോടുകൂടി തന്നെ എന്ത് നഷ്ടം വേണമെങ്കിലും സഹിക്കാൻ സഹോദരൻ്റെ നന്മയ്ക്ക് വേണ്ടി. അതാണ് ഇവിടെ അബ്രാഹത്തിന് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ അബ്രാഹത്തിൻ്റെ സവിശേഷത മറ്റുള്ളവർക്ക് വേണ്ടി എന്തും ചെയ്യും. അതാണ് ശുദ്ധഹൃദയരുടെ ഒരു സ്വഭാവം, എന്ത് വേണമെങ്കിലും നന്മകൾ ചെയ്യും. അപ്പോൾ തിന്മ എന്ന് കണ്ടാൽ അതിനെയും തൻ്റെ ജീവൻ പോകേണ്ടി വന്നാലും അതിനെയും എതിർക്കും. അതാണ് ഇവിടെ അടുത്ത അധ്യായങ്ങളൊക്കെ കാണാമല്ലോ. അതിനാപത്ത് വരുമ്പോൾ സഹോദരനെ രക്ഷിക്കാൻ പോകുന്നത്, കുടുംബത്തെ രക്ഷിക്കാനൊക്കെ പോകുന്നത്. അപ്പോൾ നമുക്ക് 6-ാം വാക്യത്തിൽ പറയാം, നമുക്ക് ഒന്നിച്ച് പാർക്കാൻ കഴിയാതായി. എന്തുകൊണ്ടാണ്? സമ്പത്ത് മൂലമാണ് ഒന്നിച്ച് അവർ സഹോദരർക്ക് പാർക്കാൻ കഴിയാതെ വന്നത്. വേലക്കാർ തമ്മിൽ കലഹിക്കാൻ തുടങ്ങി സമ്പത്ത് കൊണ്ടാണ്. അപ്പോൾ സമ്പത്തുണ്ടായാണ് കുഴപ്പം. ദൈവത്തിന് അവർക്ക് ആവശ്യത്തിനുണ്ടായിരുന്നു, നല്ല സമ്പത്തുള്ളവരായിരുന്നു. പക്ഷേ ദൈവത്തെക്കാൾ മുൻ സ്ഥാനം ഇവിടെ സമ്പത്തിന് കൊടുത്തു. അവരവിടെ പോയി
സ്വന്തം ഭാര്യയുടെ മാനം പോലും എങ്ങനെയാവുമെന്ന് ചിന്തിച്ചില്ല, ഏത് വിധത്തിലായി പോകുമെന്ന് അബ്രഹാം. എല്ലാം ദൈവം നോക്കിക്കൊള്ളും. നമ്മുടെ ഇന്നത്തെ ജീവിതത്തിൽ ഇത് തന്നെയാണ്. നമ്മൾ എന്ത് ചെയ്താലും നമ്മുടെ ചില വീഴ്ചകളാണ്, അതുപോട്ടെ അവൻ്റെ വീഴ്ചയാണെന്ന് കണ്ട് ദൈവം അത് നേരെയാക്കിക്കൊള്ളും, അതിൻ്റെ പരിഹാരം ദൈവം കണ്ടുകൊള്ളും എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് പ്രവർത്തിക്കുന്ന, നമ്മുടെ നന്മയ്ക്ക് വേണ്ടി, നമ്മുടെ ഐശ്വര്യത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ കാണുന്നത്. ആ ഒരു ദൈവത്തിലാണ് നമ്മുടെ വിശ്വാസം അങ്ങനെയുള്ളത്. അല്ലാതെ നമ്മുടെ ദോഷങ്ങൾക്ക് തക്ക ശിക്ഷകൾ തരികയും ശിക്ഷണം നടത്തി നമ്മളെ നേരായ വഴിക്ക് നടത്തുകയും ചെയ്യുന്ന ഒരു ദൈവത്തെ മനുഷ്യൻ ഇന്നും നമ്മളാരും ഇഷ്ടപ്പെടുന്നില്ല. അന്ന് അബ്രഹാം പിന്നെ അത് കാണുന്നുണ്ട്, പിന്നെ അതെല്ലാം മാറ്റി ആ ശിക്ഷണത്തിൽ കൂടി നടത്തുന്ന ദൈവത്തെയാണ് സ്നേഹിക്കുന്നത്. പക്ഷേ നമ്മൾ ഇന്നും അതിന് തയ്യാറല്ല. നമ്മൾക്ക് എന്തെങ്കിലും ദോഷങ്ങളോ ക്ലേശങ്ങളോ ദുരിതങ്ങളോ ആപത്തുകളോ മഹാമാരികളോ രോഗങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളെന്താ ചെയ്യുന്നത്? അപ്പോൾ ദൈവത്തെ അങ്ങ് മറക്കുക. അതൊക്കെ ദൈവം വേണം മാറ്റി തരാൻ. അതിനുവേണ്ടി നമ്മൾ ഓടിക്കൂടും. അപ്പോഴത്തേക്ക് സുവിശേഷ പ്രസംഗത്തിൽ, ധ്യാന കേന്ദ്രങ്ങളിൽ, ഇവിടെ എല്ലാം കൺവെൻഷൻ സെൻ്ററുകളിലൊക്കെ ഓടിക്കൂടും. എന്തിനാ? അപ്പോഴിത് മാറി കിട്ടണം. എനിക്ക് എല്ലാത്തിനും ഐശ്വര്യം ഉണ്ടാകണം, സന്തോഷം ഉണ്ടാകണം, സുഖസമൃദ്ധി ഉണ്ടാകണം. അതിനുവേണ്ടി. അതിനുള്ളതല്ല ദൈവത്തിൻ്റെ കരുണയും ശക്തിയും സ്നേഹവും ബലവും ഒക്കെ നമ്മൾ ആശ്രയിക്കുന്നത് അതിനുവേണ്ടി മാത്രമല്ല. പക്ഷേ ഇന്ന് നമ്മുടെ കൺവെൻഷൻ സെൻ്ററുകൾ, കൺവെൻഷൻ കേന്ദ്രങ്ങൾ, ഇതെല്ലാം ഉണ്ട്. ധ്യാന കേന്ദ്രങ്ങളൊക്കെ ഇങ്ങനെയുള്ള ഒരു ചിന്താഗതി കൊടുക്കുന്നത് പോലാണ് പ്രവർത്തിക്കുന്നത്. അങ്ങനെയല്ല അവരുദ്ദേശിക്കുന്നത്. ജനങ്ങൾക്ക് കിട്ടുന്ന ഒരു ഇംപ്രഷൻ അതാണ്. അപ്പോൾ ഓടിക്കൂടുക, എല്ലാം വാങ്ങിക്കുക എന്നുള്ളത്. അപ്പോൾ അതിനു വേണ്ടിയല്ല, ദൈവത്തിൻ്റെ കരുണ കൊണ്ടാണ് അത് നമുക്ക് തരുന്നത്, കിട്ടുന്നത് അവിടെ ഓടിക്കൂടുമ്പോൾ. അല്ല നമ്മുടെ യോഗ്യത കൊണ്ടല്ല. അത് നമ്മുടെ നീതിബോധം കൊണ്ടല്ല, നമ്മുടെ യോഗ്യത കൊണ്ടല്ല നമുക്ക് അതൊക്കെ തരുന്നത്. കാരണം അത് നിയമാവർത്തനത്തിൽ 4-ാം അധ്യായത്തിൽ 5-ാം അധ്യായത്തിലൊക്കെ ഇതൊക്കെ പറയുന്നുണ്ട്. നിൻ്റെ നീതിബോധം മൂലം നിനക്ക് ഇവിടെ ഇത് തന്നതെന്ന്, നിൻ്റെ ഹൃദയപരമാർത്ഥത മൂലമാണ് ഇതൊക്കെ തന്നതെന്ന് നീ വിചാരിക്കരുത്. അപ്പോൾ ദൈവത്തെ അറിഞ്ഞ് സ്നേഹിക്കാൻ നമ്മൾക്ക് ഇപ്പോൾ ഇങ്ങനെയുള്ളൊരു ദോഷങ്ങൾ വരുമ്പോൾ നമുക്കത് നന്മയായിട്ട് മാറിയെങ്കിൽ, നമ്മളെ പ്രതികൂലമായിട്ട് അത് നമ്മളെ തളർത്തിയില്ല, ഇല്ലായ്മ ചെയ്തില്ല, കുറച്ചൊക്കെ ബാധിക്കും. അത് ആവശ്യമാണ്. അതുതന്നെയാണ് ശിക്ഷണം എന്ന് പറയുന്നത്. ശിക്ഷണം എന്ന് പറയുമ്പോൾ ശിക്ഷിക്കുക എന്നല്ല, തെറ്റായിട്ട് ബോധ്യപ്പെടുത്തി അതിന് ചെറിയ ശിക്ഷകളും തന്ന് നന്മയിലേക്ക് തിരിച്ചു വിടുന്നതിനാണ് ശിക്ഷണം. നല്ലത് ഇതാണെന്നും പറഞ്ഞ് ചൂണ്ടിക്കാണിച്ച് അങ്ങോട്ട് വിടുന്നതിനാണ് ശിക്ഷണം. അതിൽ വലിയ ശിക്ഷണം എന്ന് പറയുമ്പോൾ ശിക്ഷയാണെന്ന് അങ്ങനല്ല. അപ്പോൾ ചെറുതായിട്ടൊക്കെ ശിക്ഷകൾ നമുക്ക് ക്ലേശങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അത് നമ്മൾ ചിന്തിക്കണം, നമ്മൾക്ക് എന്തുകൊണ്ടിത് വന്നു? ദൈവത്തിൽ നിന്ന് ഞാൻ പിന്മാറിയത് കൊണ്ടാണ്. ദൈവത്തിൻ്റെ ഇഷ്ടത്തിൽ നിന്ന്, ദൈവം എന്നെ നയിച്ച പാതയിൽ നിന്ന് ഞാൻ മാറി എൻ്റെ സ്വന്തം യുക്തിയിൽ, സ്വന്തം ബുദ്ധിയിൽ, സ്വന്തം ശക്തിയിൽ വിശ്വസിച്ച് മുന്നോട്ട് പോയി. ദൈവത്തിൻ്റെ വാഗ്ദാനത്തിലോ ദൈവസ്നേഹത്തിലോ ആശ്രയിച്ചോ വിശ്വസിച്ചോ അല്ല പോയത്. അതുകൊണ്ടാണ് ഇത് വന്നത് എന്ന് ചിന്തിക്കണം. അല്ലെങ്കിൽ നമ്മൾ വെറും ഭോഷന്മാരായി പോകും. വിശുദ്ധ പൗലോസ് പറയുന്ന പോലെ നമ്മൾ ലൗകിക സന്തോഷത്തിന് വേണ്ടി മാത്രമാണ് നമ്മൾ കർത്താവുമായിട്ട് അനുരഞ്ജനപ്പെട്ടതെങ്കിൽ, സ്നാനപ്പെട്ട് നമ്മൾ ക്രിസ്തുവിനെ ധരിക്കുന്നതെങ്കിൽ നമ്മൾ ഭോഷന്മാർ തന്നെയാണ്. അതിനുവേണ്ടിയല്ല, ദൈവത്തിൻ്റെ കരുണ കൊണ്ട് നമുക്കിത് സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ സഹോദരങ്ങൾക്ക് ഒന്നിച്ച് പാർക്കാൻ ഈ സമ്പത്ത് മൂലം പറ്റിയില്ല. ആ സമ്പത്തിനും ദൈവത്തെയും കൂടെ ഒന്നിച്ച് സ്നേഹിക്കാൻ പറ്റത്തില്ല. കർത്താവ് തന്നെ പറയുന്നില്ലേ, മാമോനെയും ദൈവത്തെയും ഒന്നിച്ച് സേവിക്കാൻ പറ്റത്തില്ല. മാമോനെ എന്ന് പറയുമ്പോൾ ധനം, മാമോന ധന, ദേവത. അപ്പോൾ അപ്പം ഈ ധനദേവതയും കൂടെ പറ്റത്തില്ല, ദൈവവും കൂടെ പറ്റത്തില്ല. കാരണം അങ്ങനെയാണ് നമ്മളുടെ ഇന്നത്തെ പോക്ക്. ആവശ്യത്തിന് ഇത് വേണം, അതുകൊണ്ട് അത് ഇരിക്കട്ടെ, ധനവും വേണം. ഇപ്പുറത്തെ ദൈവത്തിൻ്റെ വിശ്വാസം നമുക്ക് ആചാരമായിട്ട് മാത്രം മാറുക, ആചാരമായിട്ട് അനുഷ്ഠിക്കുക. അത് ഞായറാഴ്ചയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വിശേഷ ദിവസങ്ങളിലോ
ബാക്കിയുള്ള ദിവസങ്ങൾ ഇങ്ങനെ. അത് വിഗ്രഹാരാധനയാണെന്ന് വിശുദ്ധ പൗലോസ് സംശയലേശമന്യേ പറയുന്നുണ്ട്. അത് ധനമോഹം തന്നെ, ദ്രവ്യാസക്തി തന്നെയായ വിഗ്രഹാരാധന തന്നെയായ ദ്രവ്യാസക്തി എന്ന് പറയുന്നത്. അപ്പോൾ പണത്തെ കൂടുതൽ ആശ്രയിക്കുമ്പോൾ അതിൽ നമ്മൾ വിഗ്രഹത്തെ ആരാധിക്കാൻ പോയിരിക്കുകയാണ്. ഏതാ വിഗ്രഹം? മാമോന. അത് ഇന്ന് നമ്മളിൽ കാണുന്ന ഏറ്റവും വലിയ, നമ്മുടെ സമൂഹത്തിൽ കാണുന്ന ഏറ്റവും വലിയ ദോഷം അതാണ്. പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളിൽ അവർക്ക് മറ്റുള്ളവരുടെ കാര്യങ്ങളൊന്നും അന്വേഷിക്കണ്ട. നോയമ്പ് കാലത്തൊക്കെ കുറേ പ്രാർത്ഥനകളങ്ങ് ഉരുവിട്ട് പറഞ്ഞ് പ്രാർത്ഥന ചെയ്ത് ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുത്തു, അത് തീർന്നു, അത് കഴിഞ്ഞിപ്പോൾ എങ്ങനെയുള്ള ജീവിതം. അപ്പോഴും ജീവിതം ഇത് തന്നെയാണ്. ഏതാ? ദ്രവ്യാസക്തിയിൽ തന്നെ മുഴുകി കഴിയുന്നതാണ്. നമ്മൾ വലിയ വിഗ്രഹാരാധനയാണ് അതൊക്കെ. അപ്പോൾ ഇപ്പം ഈ പറയുന്ന പോലെ ഇവിടെ അബ്രഹാം 7-ാം വാക്യത്തിൽ പറയുന്നത് പോലെ അതുവരെ അവർക്ക് ഒന്നിച്ച് താമസിച്ചിരുന്നു. ആ പറയുന്നത് പോലുള്ള ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. വേലക്കാർ തമ്മിലുള്ള കലഹം ഉണ്ടായിട്ടില്ല. പണം പെരുത്തപ്പോൾ എൻ്റെ യജമാനാണ് വലുത്, മറ്റവരും പറയും എൻ്റെ യജമാനാണ് വലുത്, അബ്രഹാമാണ് വലുത്, ലോത്താണ് വലുതെന്ന്. അപ്പോൾ ഇതാണ് നമുക്കുള്ള പ്രശ്നം. സ്വത്തുക്കൾ വീതിക്കുമ്പോഴും നമ്മൾ എനിക്ക് കൂടുതൽ കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കും. അതിനു വേണ്ടി എന്തും ചെയ്യും. സഹോദരനെ ആയാലും മറ്റുള്ള സഹോദരിയായാലും മറ്റുള്ളവരെ ആയാലും അതിൽ നമ്മൾ അവരെ ഇടിച്ച് താഴ്ത്താൻ നോക്കും. കൂടുതൽ എനിക്ക് വേണം അവരിൽ നിന്ന് കിട്ടാനെന്ന്. അപ്പോൾ അത് ദൈവവിചാരമുള്ളവരുടെ ലക്ഷണമല്ല. അവിടെയും വിഗ്രഹ ആരാധനയാണ്. സ്വത്ത്, സമ്പത്ത് എന്നുള്ള വിഗ്രഹത്തെ ആരാധിക്കുന്നതിൻ്റെ ലക്ഷണമാണത്. ഇവിടെ അബ്രഹാം നോക്കുന്നത് നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുത്തു, എനിക്ക് നീ അത് മോശമായിട്ട് കാണുന്ന ഭാഗമാണ് എനിക്ക് കിട്ടുന്നതെങ്കിൽ അത് ഞാൻ അങ്ങോട്ട് പോയേക്കാം. നിനക്ക് മറ്റേ കൂടുതൽ സമൃദ്ധമായിട്ടുള്ളതാണ് വേണ്ടിയതെങ്കിൽ അങ്ങോട്ട് പോയിക്കോ, ഏത് വേണമെങ്കിലും ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാവുന്നു. അപ്പോൾ ജോർദാൻ സമതലവും അതെല്ലാം വളരെ ഫലഭൂയിഷ്ടമാണ് എന്ന് കണ്ടിട്ടാണ് 10-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. ലോത്ത് അങ്ങോട്ട് പോയി. ആ സമതലങ്ങളെ പ്രദേശങ്ങൾ ഏതാണ്ട് ഇറാഖിൻ്റെ ഭാഗങ്ങളാകുന്ന നദികളുടെ ആ തീരങ്ങളെല്ലാം, അതുകൊണ്ട് ലോത്ത് അങ്ങോട്ട് പോയി. കൂടുതൽ സമ്പത്തുണ്ട്. ഇപ്പോൾ തന്നെ സ്വന്തമായിട്ട് നടത്താൻ പറ്റാത്തത്ര സ്വത്തുക്കൾ, സമ്പാദ്യങ്ങളുണ്ട്. അതിനെ ഇനി അങ്ങ് ശതഗുണീഭവിപ്പിക്കണം. ഇന്ന് നമ്മളുടെ അതേ ആ കാര്യങ്ങളാണ് അവിടെ കാണുന്നത്. ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ഒരു 4000 ചില്ലുവാനും വർഷങ്ങൾക്ക് മുൻപുള്ള കാര്യങ്ങളാണ്. ഇത് ചരിത്രമാണ്. എങ്കിലും ഈ 5000 വർഷങ്ങളിലും ഉള്ളത് തന്നെയാണ് നമ്മളിപ്പോഴും കാണിക്കുന്നത്, നമ്മളിലുള്ളത്. അപ്പോൾ എന്തുമാത്രം നമുക്കുള്ള ഗുണപാഠമായിട്ടാണ് ഈ ഗ്രന്ഥകാരൻ ഇതൊക്കെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. അങ്ങനെ കൂടുതൽ സമ്പത്തിനെ ആശ്രയിച്ച് പോയ ലോത്ത് അവിടെ പോയി കഷ്ടതയിലാകുകയാണ് ചെയ്യുന്നത്. കുറേ നാൾ സന്തോഷമായിട്ടൊക്കെ അവിടെ ജീവിച്ചു. അവിടെയുള്ള ജനതകളൊക്കെ വളരെ ദുഷ്ടന്മാരായിരുന്നു എന്ന് കാണുന്നുണ്ട്. സോദോമിലെ ആളുകൾ 13 ദുഷ്ടന്മാരും കർത്താവിൻ്റെ മുൻപിൽ മഹാപാപികളുമായിരുന്നു. അപ്പോൾ നമുക്കറിയാം അവിടുത്തെ ഇതെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മളടുത്ത് ഇനിയും ഇതിൽ വരുന്നുണ്ട്. സ്വവർഗഭോഗം അതായിരുന്നു അവരുടെ പ്രധാനമായിട്ടുള്ള മ്ലേച്ഛത. അല്ലാതെ അനുവദിക്കപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ഭാര്യയുമായിട്ടുള്ള ബന്ധമല്ലായിരുന്നു അവർക്ക്. പ്രകൃതിയാലുള്ള രീതികളല്ലായിരുന്നു അവരുടെ ജീവിതത്തിൽ. വിഗ്രഹങ്ങളെ ആരാധിക്കുകയായിരുന്നു. അവരുടെ ഇങ്ങനെയുള്ള വേഴ്ചകളായിരുന്നു അവരുടെ വിഗ്രഹം. അത് തന്നെ ആരാധനയായിട്ട് കണക്കാക്കിയവരായിരുന്നു. ദൈവം എന്തായിരുന്നു, ദൈവം എന്നുള്ള ഒരു ചിന്തയോ ഒരു വാക്കോ പോലും അവരിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അവിടെ ഇതിൽ കാണുന്നത്. അപ്പോൾ അങ്ങനത്തെയുള്ള മ്ലേച്ഛന്മാർ ആയിരുന്നു. അവരുടെ കൂടാണ് ഈ ലോത്ത് പോയിപ്പെട്ടത്. എന്താ? സമ്പത്ത് കൂടുതൽ ആഗ്രഹിച്ചുകൊണ്ട്, അത്യാഗ്രഹമായിട്ട് ആവശ്യത്തിനുള്ളത് കൊണ്ട് കഴിഞ്ഞിരുന്നുവെങ്കിൽ അങ്ങനെ വരികയില്ലായിരുന്നു. അപ്പോഴങ്ങനെ വന്നപ്പോൾ ലോത്തിന് എന്തുവാ പറ്റിയ പിന്നത്തെ അധ്യായങ്ങൾ കാണാം. അവരൊക്കെ ലോത്ത് ഒരുപാട് കഷ്ടപ്പെട്ടു, ഒരുപാട് സഹിച്ചു. ലോത്തിൻ്റെ മക്കൾ വെറും കൊള്ളരുതാത്തവരായി, ദുഷ്ടന്മാരായി തീർന്നു. ദൈവത്തിൻ്റെ മുൻപിൽ നീചന്മാരായി
തീർന്നു, മക്കൾ ആയിത്തീർന്നു. അപ്പോൾ ഇങ്ങനെയുള്ള അത്യാപത്തുകളിലെല്ലാം പെട്ടു. പക്ഷേ ദൈവം അബ്രാഹത്തിനെ ഓർത്ത് ആ കുടുംബത്തിലെ ഒരുവൻ നന്മയുള്ളവനായതുകൊണ്ട്, നീതിമാന ദൈവവിചാരം ഉള്ളവനായതുകൊണ്ട് ബാക്കിയുള്ളവരെ സംരക്ഷിക്കും. ഇന്നത്തെ കാലത്തും ഇതാണ് നടക്കുന്നത്. അതുകൊണ്ട് അബ്രാഹത്തിനെ ഓർത്ത് ദൈവം ലോത്തിനെയും കുടുംബത്തെയും രക്ഷിക്കാൻ കൂടി ആലോചിച്ചു. അത് നടപ്പിലാക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ഔദാര്യം ഇങ്ങനെ കിട്ടുമ്പോൾ നമ്മളൊന്നും മനസ്സിലാക്കണം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇങ്ങനെ എല്ലാം കിട്ടുന്നതെല്ലാം ദൈവം നമുക്ക്, നമ്മുടെ തെറ്റുകളെല്ലാം നമുക്ക് എന്ത് ഇഷ്ടം പോലെ നടന്നാൽ ദൈവം എല്ലാം ക്ഷമിച്ചുകൊള്ളും എന്നുള്ള രീതിയിൽ ആകരുത് നമ്മൾ. അപ്പോൾ അതിനൊക്കെ ഉള്ള ഒരു തിരുത്തുകൾ നമുക്ക് ഉണ്ടാകണം. ഇതൊക്കെ വായിച്ച് മനസ്സിലാക്കുമ്പോൾ അതാണ് നമ്മൾ ഉണ്ടാകേണ്ടുന്നത്. അതിനുപകരം അല്ലാതെ വെറുതെ അങ്ങ് വായിച്ചു പോവുകയല്ല. ഇപ്പോൾ വചനവർഷം കത്തോലിക്ക സഭയിൽ ആചരിക്കുന്നു. കുറച്ച് അധ്യായങ്ങൾ അങ്ങ് വായിച്ച് പള്ളിയിൽ പോയിരുന്നോ അല്ല കൂട്ടായ്മകളിൽ പോയിരുന്നോ ഓരോരുത്തരും 4-5 അധ്യായങ്ങൾ വീതം അങ്ങിരുന്ന് ഓരോരുത്തരായിട്ട് മാറി മാറി വായിച്ചുകൊണ്ട് യാതൊരു ഫലവും ഇല്ല. അത് എന്തുവാ പറയുന്നത്, കാപട്യമാണ്. അതുകൊണ്ട് ഒരു നന്മയുണ്ടാകുന്നില്ല, തിന്മയാണ്, പാപമാണ്. കാരണം അങ്ങനെയുള്ള ഒരു ആഹ്വാനത്തെ നമ്മൾ, പുണ്യമായ ഒരു ആഹ്വാനത്തെ നമ്മളത് ദോഷമായിട്ട് സ്വീകരിക്കുന്നു, ആചാരമായിട്ട് അനുഷ്ഠാനമായിട്ട് സ്വീകരിക്കുന്നു, ഹൃദയത്തിൽ സ്വീകരിക്കുന്നില്ല എന്നാണ് അതിന് അർത്ഥം. അപ്പോൾ ലോത്തിന് പിന്നെയുള്ള അധ്യായങ്ങൾ 14-16 കാണുന്നുണ്ട്. ലോത്തിൻ്റെ 14 അധ്യായത്തിൽ 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ലോത്തിൻ്റെ ഭാര്യ അപ്പോൾ എന്തെല്ലാം നഷ്ടങ്ങളാണ് വന്നത് നോക്കിക്കോണം. ഉപ്പ് തൂണായി മാറി, ഭാര്യയെ നഷ്ടപ്പെട്ടു. എന്തൊരു വലിയ കഷ്ടമാണ്. 2, ലോത്തിൻ്റെ മക്കളെല്ലാം ദുർമാർഗികളായി മാറി. ലോത്തിൻ്റെ മരുമക്കളെല്ലാം നഷ്ടപ്പെടുകയും കൊല്ലപ്പെടുകയൊക്കെ ചെയ്തു. ലോത്തിന് തിരിച്ചു കൊണ്ടുവരാണ്ട് ഉടുവസ്ത്രം പോലും ഇല്ലാതായി. സമ്പത്തുകൾ വല്ലതും കിട്ടിയോ? ഒന്നുമില്ലാതെ അങ്ങനെ അവിഹിതമായിട്ട് അത്യാർത്തി കൊണ്ട് സമ്പാദിക്കുന്നത് എല്ലാം നഷ്ടമാകും. അത് ദൈവം അനുവദിക്കാത്തതൊക്കെ അങ്ങനെയാണ്. അപ്പോൾ ദസ്തയേവ്സ്കിയുടെ ഒരു കഥ ഞാൻ മുൻപുള്ള വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. അത്യാർത്തി പൂണ്ടൊരുത്തൻ അവിടെ പോയി, ഒരു മനുഷ്യൻ റഷ്യയിൽ സംഭവിക്കുന്നതായിട്ടൊരു കഥയായിട്ടാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത് ദസ്തയേവ്സ്കി. അപ്പോൾ അതിൽ അയാൾ ഗ്രാമത്തലവന് ഉള്ള സ്വത്തുക്കളെല്ലാം വിറ്റുകൊണ്ട് കാഴ്ചവെച്ചു. ഇതിൻ്റെ ഒരു 100 ഇരട്ടി സമ്പാദിക്കണമെന്നും പറഞ്ഞുകൊണ്ടാണ് അവിടെ പോയത്. അവിടുത്തെ നിയമം അനുസരിച്ച് ഗ്രാമത്തലവൻ കാഴ്ച വെച്ചിട്ട് ഓടുകയാണ്. നേരം വെളുക്കുമ്പോഴത്തേക്ക് ഓടുക, തിരിച്ച് വൈകിട്ട് സൂര്യൻ അസ്തമിക്കുമ്പോഴത്തേക്ക് ആ സ്ഥലത്ത് തിരിച്ചെത്തണം. ഒരു തൂമ്പായും കൊണ്ട് പോയി എല്ലാം പിടിച്ച് അടയാളം ഇട്ട് ഓടി തിരിച്ചവിടെ വരണം. അപ്പോൾ അങ്ങനെ ഇയാൾ വിശ്രമിക്കാതെ, വെള്ളം പോലും കുടിക്കാതെ ഓടി തളർന്ന് അവിടെ വന്ന് വീഴുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ മനുഷ്യനെ മൈലുകൾ ചുറ്റി കറങ്ങി ഓടി എല്ലാം അത്രയും അവരുടെ സ്വന്തമാക്കി ഭൂമി. പക്ഷേ വേണ്ടുന്നത് 6 അടി മണ്ണാണ്. ഗ്രാമത്തലവൻ പറഞ്ഞ് ഈ മനുഷ്യന് വേണ്ടിയത് 6 അടി മണ്ണാണ്. ആ കഥയുടെ പര്യവസാനം അങ്ങനെയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇതുവരെ ഒന്നുമില്ല, ഉള്ളതെല്ലാം നഷ്ടപ്പെടുത്തി ദുരാഗ്രഹം പിടിച്ചതുകൊണ്ട് അങ്ങനെയാണ്. നമ്മൾ അത്യാർത്തി, ധനത്തിന് വേണ്ടിയുള്ള അത്യാർത്തിയാണ് ഇന്ന് നമ്മൾ എപ്പോഴും കാണുന്നത്. അത്യാർത്തിയാണ് എല്ലാ ദിവസങ്ങളിലും, ഇപ്പോഴും നോയമ്പ് കാലത്തും വിശുദ്ധമായിട്ട് ആചരിക്കേണ്ടുന്ന സമയങ്ങളിലും എല്ലാം, പീരീഡുകളിലും എല്ലാം നമ്മൾ കാണുന്ന അത്യാർത്തി മൂലം. ആ അത്യാർത്തിക്ക് കൊണ്ട് ഓടുകയാണ് കൂടുതൽ വാങ്ങി കൂട്ടുന്നതിന് വേണ്ടി, ഉണ്ടാക്കുന്നതിന് വേണ്ടി അങ്ങനെ കാണുന്നത്. എന്നിട്ട് എന്തെല്ലാം നോയമ്പുകളോ കൺവെൻഷനുകളോ ധ്യാന കേന്ദ്രങ്ങളോ പോയിട്ട് വല്ല പ്രയോജനമുണ്ടോ? അപ്പോൾ ഇവിടെ ചെയ്യുന്നത് ദൈവത്തെയും കൂടെ പരീക്ഷിക്കുകയാണ്. ദൈവം ക്ഷമിച്ചുകൊള്ളും, ഉദാരമനസ്കനാണ്, ക്ഷമിച്ചുകൊള്ളും, കരുണയുടെ ഉറവിടമാണ് എന്നൊക്കെയുള്ളതാണ്. അപ്പോൾ ദൈവത്തിൻ്റെ കരുണയെ റോമർ പൗലോസ്ലീഹ പറയുന്നുണ്ട് 2-ാം അധ്യായത്തിൽ 4 വാക്യത്തിൽ, ദൈവത്തിൻ്റെ കരുണയെ നിസ്സാരമായിട്ട് കാണരുത്, മറിച്ച് അത് അനുദപിക്കാൻ വേണ്ടിയാണ്. നിനക്കത് നന്മയായിട്ട് വന്നു കൂടുതൽ ശിക്ഷിക്കാതെ ചെറിയ ശിക്ഷണം തന്ന് മാറ്റി എങ്കിൽ അത് ദൈവത്തിൻ്റെ കരുണയാണ്. നിൻ്റെ ജീവൻ അപഹരിക്കാതെ പോന്നെങ്കിലും നിൻ്റെ
കൂടുതൽ നഷ്ടത്തിന് ഇടയാക്കാതെ വന്നെങ്കിലും അത് മനസ്സിലാക്കണം, ചിന്തിക്കണം. ദൈവം എനിക്കിത് മുഴുവനായിട്ട് നഷ്ടപ്പെടുത്തിയില്ലല്ലോ, എൻ്റെ ആരോഗ്യം മുഴുവനായിട്ട് നഷ്ടപ്പെടുത്തിയില്ല, എൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തിയില്ല, എൻ്റെ സ്വത്തുക്കൾ മുഴുവനായിട്ട് നഷ്ടപ്പെടുത്തിയില്ല, എൻ്റെ മക്കളോ ബന്ധുക്കളെ മുഴുവനായിട്ട് നഷ്ടപ്പെടുത്തിയില്ല. അപ്പോൾ അതൊന്നും അവരുടെ ആരുടെയും ജീവനും അപകരിച്ചില്ല. അപ്പോൾ ഞാൻ വരുത്തിയ ദോഷത്തിന് ദൈവം എനിക്ക് തന്ന ചെറിയ ശിക്ഷയാണ്, അതുകൊണ്ട് ഞാൻ അനുതപിക്കണം. അത് പറഞ്ഞ് അതിനു വേണ്ടിയാണ് ദൈവം നമ്മളോട് കരുണ കാണിച്ചത്. നമ്മളെ കരുണ കാണിച്ച് അങ്ങോട്ട് വിളിച്ചത് ദൈവത്തിൻ്റെ ഔദാര്യമാണ്. അത് അനുതപിക്കാനാണ്. അനുതപിച്ച് ദൈവത്തിലേക്ക് വീണ്ടും പൂർണ്ണമായ ഹൃദയത്തോടെ 100% ദൈവാശ്രയത്തിൽ, സ്വന്തം ബലത്തിലും ബുദ്ധിയിലും യുക്തിയിലും ആശ്രയം വയ്ക്കാതെ ദൈവത്തിൽ മാത്രം ആശ്രയം വെച്ച് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയാണ്. അത് നമ്മൾ തീർച്ചയായും എല്ലാവരും മനസ്സിലാക്കി വേണം നമ്മുടെ ജീവിതം കൊണ്ടുപോകും. അതിനുവേണ്ടിയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ചരിത്ര സംഭവങ്ങളൊക്കെ ഇതിനകത്ത് നമ്മൾക്ക് എഴുതി വെച്ചത്. അപ്പോൾ ഇവിടെ 13-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്, അബ്രാഹത്തിനോട് പിന്നെ ദൈവം സംസാരിക്കുന്നു. കുറേ നാൾ കഴിഞ്ഞപ്പോൾ വീണ്ടും വിളിച്ച് സംസാരിക്കുകയാണ്. അബ്രാം ലോകത്തിൽ നിന്ന് വേർപെട്ട ശേഷം കർത്താവ് അബ്രാമിനോട് പറഞ്ഞു, നീ തലയെ ഉയർത്തി അങ്ങോട്ടും ഇങ്ങോട്ടും വടക്കോട്ടും തെക്കോട്ടും 4 ദിക്കിലോട്ടും ഒക്കെ നോക്കുക. നീ കാണുന്ന പ്രദേശമെല്ലാം നിനക്കും നിൻ്റെ സന്താന പരമ്പരകൾക്കും എന്നേക്കുമായി ഞാൻ തരും. സന്താനം, സന്തതികളുടെ പരമ്പരയെന്നല്ല, സന്താനം. ദൈവം അനുവദിച്ച ഒരു സന്താനമുണ്ട്, ഒരു ഭാര്യയുണ്ട്. അത് സാറായിയാണ്. സാറായിയുടെ സന്താനമാണ് അനുവദിച്ചത്. ആ സന്താന പരമ്പരകൾക്കെല്ലാം എല്ലാം ഇങ്ങോട്ട് വരുന്നത് എന്നേക്കുമായിട്ട് ഞാൻ തരും. ഭൂമിയിലെ പൂഴി പോലെ നിൻ്റെ സന്തതികളെ ഞാൻ വർദ്ധിപ്പിക്കും. സന്തതികൾ അപ്പോൾ വന്ന് ഔദ്യോഗികമല്ല അനൗദ്യോഗികമായിട്ടാണ് ഒരാളും കൂടെ ഉണ്ട്. അങ്ങനെ 2 പേരുണ്ട്. അവരെ ഭൂമിയിലെ പൂഴി പോലെ വർദ്ധിപ്പിക്കും. പൂഴി ആർക്കെങ്കിലും എണ്ണി തീർക്കാമെങ്കിൽ നിൻ്റെ സന്തതികളെ എണ്ണി തീർക്കാൻ പറ്റും. അപ്പോൾ ഇത് ഇസ്മായിലിൻ്റെ സന്തതികളും ഇസ്ഹാക്കിൻ്റെ സന്തതികളും എല്ലാം പരമ്പരകളെല്ലാം കൂടെ ചേർന്നാൽ ഇത് അങ്ങനെ എണ്ണി തീർക്കാൻ ലോകത്ത് പറ്റാത്ത വിധത്തിൽ അത്രത്തോളം പെരുകുമെന്നാണ് പറയുന്നത്. ഇന്നും കാണുന്നത് അങ്ങനെയാണ്. പൂഴി നോക്കി നടക്കുന്ന സന്തതിയുടെ പരമ്പരകളുണ്ട് എന്ന് പറഞ്ഞാൽ മണ്ണ്, ദേശം എല്ലാം വെട്ടിപ്പിടിച്ചെടുക്കുക സ്വന്തമാക്കാനായിട്ട്. അതെങ്ങനെ, അത് ശരിയാണോ തെറ്റാണോ അതിനകത്ത് നിന്നൊന്നും ചിന്തിക്കാതെ അങ്ങനെ ചെയ്യുന്ന ഒരു കൂട്ടരുണ്ട്, പൂഴിയെ നോക്കി. എന്നാൽ ഇനി ഒരു കൂട്ടരെ പറയുന്നുണ്ട് അടുത്ത അധ്യായത്തിൽ കാണാം. അത് ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെ ഞാൻ വർദ്ധിപ്പിക്കും നിൻ്റെ സന്തതിയെ എന്ന് പറയും. അപ്പോൾ സന്തതി എന്ന് പറയുമ്പോൾ ഏകവചനമാണ്, ഒരാളാണ്. അപ്പോൾ അങ്ങനെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, ആകാശത്തിലെ നക്ഷത്രങ്ങളെ എണ്ണി തീർക്കാനൊന്നും ആർക്കും പറ്റത്തില്ല, എല്ലാം കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അവർ ആകാശം നോക്കി നടക്കുന്ന ഒരു ജീവിതം, ഒരു വർഗം. അത് ദൈവത്തെ ആകാശത്തിൽ നോക്കി നടക്കുന്ന ആരാ ജീവിക്കുന്ന? ദൈവമാണ്. ദൈവത്തെ നോക്കിയാണ് ജീവിക്കുന്നത്. അങ്ങനെ അപ്പോൾ 2 പരമ്പരകൾ ഉണ്ടാകും എന്നിവിടെ സ്പഷ്ടമായിട്ട് പറയുന്നു. ഇന്നും അത് തന്നെയാണ്. മണ്ണിന് വേണ്ടി മറ്റുള്ളവരുടെ മണ്ണുകൾ പിടിച്ചെടുക്കുക, ബലം ഉപയോഗിച്ച് ഉന്മൂലനം ചെയ്ത് ഇല്ലാതാക്കി പിടിച്ചെടുക്കുക എന്നുള്ള ഒരു പരമ്പര. മറ്റൊരു സന്തതി ദൈവത്തെ നോക്കി ജീവിക്കുന്ന ഒരു പരമ്പര. ഇവിടെ 13-ാം അധ്യായം തീർക്കുകയാണ്. അപ്പോൾ അബ്രഹാം ഉള്ള സ്വത്തുക്കളുമായിട്ട് ആദ്യം കണ്ട, നമ്മളെ 12-ാം കണ്ട അധ്യായത്തിൽ കണ്ട മാമ്രയുടെ ഓക്കുമരം, ഞാൻ പറഞ്ഞല്ലോ, പിന്നെ ഇത് വരും ഓക്കുമരം ഇനിയുമുണ്ട്. മാമ്രയുടെ ഓക്കുമരങ്ങൾക്ക് സമീപം താമസമാക്കി അവിടെ അവൻ കർത്താവിന് ബലിയർപ്പിച്ചു. നഷ്ടമോ കോട്ടമോ എന്തു വന്നാലും നോക്കണം, ദൈവത്തിന് ബലിയർപ്പിക്കണം. നമ്മൾ ദൈവത്തിന് സ്തുതി പറയണം. നഷ്ടവും കോട്ടവും വരുമ്പോൾ നമ്മൾ ദുഃഖിച്ചിരുന്നിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ നമ്മൾ കർത്താവ് ഇത് മാറ്റിത്തരണം എന്ന് പറഞ്ഞ് അപേക്ഷിക്കുകയല്ല, ദൈവത്തിന് ബലിയർപ്പിച്ച്. എന്തുവാ ബലിയർപ്പിക്കുന്നത്? കൃതജ്ഞതാ സ്തോത്രമാണ്. നമ്മൾക്കിതെല്ലാം തെറ്റിപ്പോയി. ഇന്ന് ധ്യാന കേന്ദ്രങ്ങളിലുമൊക്കെ എന്തുവാണ് അവരുദ്ദേശിക്കുന്ന നല്ല കാര്യമാണ്, കൃതജ്ഞതയാണ്. പക്ഷേ നമ്മൾ സ്തോത്രവും ഹല്ലേലൂയയും സ്തുതിയും പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത്, അവിടെ സ്തുതിച്ച് കരയറ്റുന്നത് നമ്മുടെ കാര്യസാധ്യത്തിന് വേണ്ടി മാത്രമായി പോകുന്നു. അപ്പോൾ അതിനു വേണ്ടിയുള്ള കൃതജ്ഞതയാണ്.
അല്ലെങ്കിൽ അത് സാധിച്ചു തന്നതിനുള്ള നന്ദിയും സ്നേഹവുമാണ് ദൈവത്തോട് കാണിക്കുന്നത്. പക്ഷേ ഇവിടെ നഷ്ടം വന്നതിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കണമെന്നാണ് ഇവിടെ അബ്രാഹാം കാണിച്ചു തരുന്ന കാരണം നമ്മളോട് പറയുന്നത്. പ്രിയപ്പെട്ട വിശ്വാസികളെ, നമ്മൾ ദൈവജനമേ, നമ്മൾ അതിനെപ്പറ്റിയാണ് നമ്മൾ കൂടുതലും ധ്യാനിക്കേണ്ടുന്നത്, ചിന്തിക്കേണ്ടുന്നത്. അതുകൊണ്ട് ദൈവം അതിനെ നമ്മളെ നയിക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ കൃപ നമ്മളെല്ലാവരിലും എപ്പോഴും അതിന് ഉണ്ടാകട്ടെ, നമ്മളെ നയിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഉപസംഹരിക്കാം. ആമീൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ആമീൻ. അവിടുത്തെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ.